ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ പുട്ടാണ്. നമ്മൾ സാധാരണ വീടുകളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് പുട്ട്. ഇത് നമുക്ക് വെറൈറ്റി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ പഴുത്ത മാങ്ങ തന്നെ എടുക്കും കേട്ടോ. വലിയ പഴുത്ത മാങ്ങ എടുത്തിട്ട് ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്യൂരി ആക്കി എടുക്കണം. പ്യൂരി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ മിക്സർ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ പ്യൂരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 1.5 കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കാം. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരി കുറച്ച് ഈസിയായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ നനയ്ക്കില്ലേ, അതേപോലെ തന്നെ നമ്മൾ മാംഗോ പ്യൂരി ഉപയോഗിച്ചിട്ടാണ് ഇത് നനയ്ക്കാൻ. അപ്പോൾ നമ്മൾ പുട്ടുപൊടിക്ക് എന്തോരാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് നമ്മൾ മാംഗോ പ്യൂരി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും നമ്മുടെ നനവ് എത്തണം. അപ്പോൾ പുട്ടുപൊടി കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ബാക്കിയുള്ള പ്യൂരിയും കൂടി അതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ നനവ് കറക്റ്റ് ആണെങ്കിൽ പിന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ എൻ്റേത് കുറച്ച് ഡ്രൈ ആയതുകൊണ്ടാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്യൂരി ബാക്കിയുണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പ്യൂരി അതേപോലെ ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ ഇനി ആ പ്യൂരി ഞാൻ എല്ലായിടത്തും ആക്കിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ പുട്ടും കുറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് ലെയർ നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പുട്ടുപൊടി ഇട്ടിട്ട് 3 ലെയർ ആക്കിയിട്ട് പുട്ടുണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതേ കുറ്റിയിൽ മുഴുവനും നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് അതിനുശേഷം വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ആ കുറ്റി അതിൻ്റെ മേലെ വെച്ചിട്ട് ആവി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആവി വരുന്നുണ്ട്. നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഇത് നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്നും ഇല്ലാതെ തന്നെ ഇത് കഴിക്കാനും ടേസ്റ്റാണ്. നമുക്ക് മാംഗോയുടെ ക്യൂബ്സ് കൂട്ടിയിട്ടും കഴിക്കാനും ഇതൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ചെയ്യുക കേട്ടോ.